ഹലോ, സെൻറ്റ് മേരീസ് ഐലൻഡ് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ ഉടുപ്പിക്കടുത്തുള്ള ബ്യൂട്ടിഫുൾ ആയ ഒരു ഐലൻഡാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. ഇതൊരു മാജിക്കൽ ഐലൻഡ് തന്നെയാണ്. വളരെയേറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഐലൻഡ്. ഉടുപ്പി ഡിസ്ട്രിക്റ്റിലുള്ള മാൽപ്പെ ബീച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആ ബീച്ചിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഐലൻഡ് ഉള്ളത്. അവിടെ എത്താൻ മാൽപ്പെ ബീച്ചിൽ നിന്ന് ഫെറിയിലോ ബോട്ടിലോ യാത്ര ചെയ്യണം. ബീച്ചിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 350 റുപ്പീസ് പെർ പേഴ്സൺ ടിക്കറ്റും എടുത്ത് ബോട്ടിൽ കയറിയാൽ അപ്രോക്സിമേറ്റ്ലി 15 to 25 മിനിറ്റ്സിൽ ഐലൻഡിലെത്തും. ബോട്ട് യാത്ര തന്നെ എൻജോയബിളാണ്. ആ സീ വ്യൂ ഒക്കെ കണ്ട് നല്ല രസമായിരിക്കും. ഈ ഐലൻഡിന് സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന പേര് വന്നതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. 1498 വാസ്കോഡഗാമ ഈ ഐലൻഡിൽ വന്നു. എന്നിട്ട് വിശുദ്ധ മറിയത്തിൻ്റെ പേരിൽ ഇതിന് സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന പേര് നൽകിയെന്നാണ് ചരിത്രം പറയുന്നത്. വളരെയേറെ പ്രത്യേകതകളുള്ള ഐലൻഡാണിത്. ഈ ഐലൻഡ് ഫേമസ് ആകാനുള്ള മെയിൻ റീസൺ ഇവിടെ കാണുന്ന ഹെക്സഗണൽ ബസാൾട്ട് റോക്ക് ഫോർമേഷൻസ് ആണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വോൾക്കാനിക് ആക്ടിവിറ്റി മൂലം ഉണ്ടായതാണ് ഈ റോക്സ്. ഇത് ഇന്ത്യയിലെ റെയർ ജിയോളജിക്കൽ ഫോർമേഷൻസിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി ലവേഴ്സിനും നേച്ചർ ലവേഴ്സിനൊക്കെ ഇവിടെ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. ഭയങ്കര അടിപൊളിയായിരിക്കും. ഐലൻഡിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിട്ടൊന്നും കണ്ടില്ല. എൻട്രി ചെയ്തപ്പോൾ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെയാണ് റിയൽ ബ്യൂട്ടി കണ്ടത്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും യൂണീക്ക് റോക്സും ഒക്കെ കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു. എല്ലാ സൈഡിലും ഫോട്ടോ എടുക്കാൻ തോന്നുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായ സീനറി ആയിരുന്നു. പിന്നെ അവിടെയുള്ള സാൻഡിനേക്കാളും ഷെൽസാണ് കാണാൻ പറ്റുന്നത്. ഫുൾ ഓഫ് ബ്രോക്കൺ ഷെൽസ്. വേറെ ഒരിടത്തും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുള്ളായ ഒരു ഐലൻഡാണ്. ഞാൻ അവിടെ പോയത് 2025 ഡിസംബറിലാണ്. ആ സമയത്ത് ക്ലൈമറ്റ് നല്ലതായിരുന്നു. പക്ഷേ ആഫ്റ്റർനൂൺ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ക്യാപ്പ്, സൺഗ്ലാസ്, വാട്ടർ ബോട്ടിൽ ഇതൊക്കെ നിങ്ങൾ പോകുമ്പോൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. ബോട്ടിൽ ഐലൻഡിലെത്തിയതിന് ശേഷം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അപ്രോക്സിമേറ്റ്ലി 1 hour കിട്ടുക. ആ ടൈം കഴിഞ്ഞാൽ റിട്ടേൺ ഫെറി പിടിക്കണം. അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ ഐലൻഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുക. 1 മണിക്കൂർ മാത്രമായാലും ഐലൻഡ് എൻജോയ് ചെയ്യുക, അത് മതിയാവും. സെൻറ്റ് മേരീസ് ഐലൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഐലൻഡിൽ സ്വിമ്മിങ് അലൗഡ് അല്ല. സേഫ്റ്റി റീസൺസ് കൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റോ ഫുഡ് റാപ്പേഴ്സോ ബോട്ടിൽസോ ഒന്നും ഐലൻഡിൽ വലിച്ചിടാതിരിക്കുക. ഐലൻഡിൽ എന്നല്ല, എവിടെയാണെങ്കിലും. ഡസ്റ്റ്ബിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരിക. പിന്നെ അവിടെ റോക്ക് ഫോർമേഷൻസ് ഉണ്ടല്ലോ, അതിൽ നെയിം എഴുതാനോ ഡാമേജ് ചെയ്യാനൊന്നും പാടില്ല. ഇതൊരു പ്രൊട്ടക്റ്റഡ് ജിയോളജിക്കൽ മോണുമെൻ്റ് ആണ്. ചില ടൈമിൽ ഈ റോക്സൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ ഫെറി ടൈമിംഗ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. കാരണം ലാസ്റ്റ് ബോട്ട് പോയാൽ ഐലൻഡിൽ സ്റ്റേ ചെയ്യാൻ പെർമിഷൻ ഇല്ല. അതുമല്ല അവിടെ ആൾതാമസം ഇല്ല. ഈ റൂൾസൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഫ്യൂച്ചറിൽ വരുന്ന വിസിറ്റേഴ്സിനും ഈ ബ്യൂട്ടിഫുൾ ഐലൻഡ് അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഐലൻഡിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളും എന്തെങ്കിലും പറ്റുമ്പോൾ പോയി എൻജോയ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.